ഹായ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുളൂംസ് ലോ എന്താണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് ഞാൻ പറഞ്ഞു, ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്കറിയാം, ഒരു ചാർജ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കുക. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജാണ്. അപ്പോൾ ഇതിന്റെ ചുറ്റുഭാഗത്തും ഇതിന് ചുറ്റുമുള്ള സ്പേസിൽ നമ്മൾ മറ്റൊരു ചാർജ് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് വെച്ചു എന്ന് വിചാരിക്കുക. Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് ഞാൻ ഇവിടെ വെച്ചു. അങ്ങനെ വെച്ചുവെങ്കിൽ ഈ ചാർജിന്മേൽ ഈ ചാർജ് കാരണം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ചാർജ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ അപ്പോഴും ടെസ്റ്റ് ചാർജ് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെയും ഈ ചാർജ് കാരണം ഫോഴ്സ് ഉണ്ടാവും. ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവും ഫോഴ്സ്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ചാർജിന് ചുറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അനുഭവപ്പെടുന്ന ആ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ഒരു പ്രതലത്തിൽ മാത്രമല്ല ഉണ്ടാവുക, ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ചാർജ് ഞാൻ കുറച്ച് മുന്നിൽ വെച്ചു, കുറച്ച് ഇവിടെ വെച്ചു, ഇതിന്റെ പുറകിൽ വെച്ചു, അവിടെയൊക്കെ ഈ ചാർജ് കാരണം ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചാർജ് ഒരുപാട് അകലെയാണ് വെച്ചതെങ്കിൽ ആ ചാർജിന്മേൽ ഈ ചാർജ് കാരണം ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. അതിന്റെ അർത്ഥം ആ ചാർജ് നിൽക്കുന്നത് ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലല്ല. ചുരുക്കം പറഞ്ഞാൽ, ഈ ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അനുഭവപ്പെടുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സ്പേസ് അറൗണ്ട് എ ചാർജ് or a distribution of charges where its effects can be felt. So അതാണ് സിമ്പിൾ ആയിട്ടുള്ള നൽകാവുന്ന ഒരു ഡെഫിനിഷൻ. ഈ ചാർജിന് ചുറ്റും അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അനുഭവപ്പെടുന്ന സ്പേസ് ഏരിയയാണ് ഇലക്ട്രിക് ഫീൽഡ്. കിട്ടിയോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്, റീജിയൻ ആണ്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചാർജ് എടുക്കുന്നു, Q എന്ന് പറയുന്ന ഒരു ചാർജ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം ഈ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം ഇതിന് ചുറ്റുമുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഈ റീജിയനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ, ഫോർ എക്സാമ്പിൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മെഷർ ചെയ്യണം. എന്ത് ചെയ്യും? ഈ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അറിയണമെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുന്നു. Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് വെക്കുന്നു. അപ്പോൾ ഇത് Q ആണ്, ഇത് Q0. നിങ്ങൾക്കറിയാം, ഈ Q0 മേൽ ഈ Q കാരണം ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇപ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം ഡയറക്ഷൻ എന്ന് പറയുന്നത്
ഇങ്ങോട്ടാണ്. അപ്പോൾ Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്മേൽ Q കാരണമുള്ള ഫോഴ്സ് F ആണ്. ഇത്രയാണ് കോൺസെപ്റ്റ്. Q0 കൊളൂം എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഇവിടെ Q0 എന്ന് പറയുന്ന ചാർജിന് പകരം ഞാൻ വെച്ചത് 1 കൊളൂംബ് ആയിരുന്നുവെങ്കിൽ +1 കൊളൂംബ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയിരുന്നുവെങ്കിൽ എത്രയായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുക? Q0 എന്ന് പറയുന്ന ചാർജിന്മേൽ F എന്ന് പറയുന്ന ഫോഴ്സ് ആണെങ്കിൽ 1 കൊളൂംബിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F/Q0. F/Q0. അപ്പോൾ F/Q0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 കൊളൂംബ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ +1 കൊളൂംബ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ +1 കൊളൂംബിന്മേലുള്ള ഫോഴ്സ് ആണ് F/Q0. അതിനെയാണ് നമ്മൾ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റിൽ 1 കൊളൂംബ് വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. 1 കൊളൂംബിലുള്ള ഫോഴ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ പോയിന്റിൽ Q0 എന്ന് പറയുന്ന ചാർജ് വെച്ചു. അന്നേരം ഒരു ഫോഴ്സ് കിട്ടി F. അപ്പോൾ 1 കൊളൂംബിലുള്ള ഫോഴ്സ് കാണണമെങ്കിൽ F/Q0. അതാണ് ഈ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പേരിലൊക്കെ നമ്മൾ അറിയപ്പെടും. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാം? F/Q0, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഓർ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് ചാർജ്. ഇതിന്റെ കുറിച്ചുള്ള പോയിന്റ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. E is a vector quantity. വെക്റ്റർ ക്വാണ്ടിറ്റി. പിന്നെന്താണ്? ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് E. യൂണിറ്റ് ഓഫ് E ഈസ് എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൊളൂം. മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, ഓർ വോൾട്ട് പെർ മീറ്റർ. ഇനി നമുക്കതിന്റെ ഡയമെൻഷൻ വേണമെങ്കിൽ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ. സോ നമുക്ക് dimension of E is നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം, mL/T⁻² എന്നാണ്. ചാർജിന്റെ ഡയമെൻഷൻ AT എന്നാണ്. ഇതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ പറയാം. അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. mL/T⁻3 A⁻1. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി due to a point charge. നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ് Q. സോ ഇവിടെ മറ്റൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചാർജിന്റെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് ഇത്. നമ്മുടെ ഉദ്ദേശം ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോയിന്റ് ചാർജ് കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്യുന്നു, Q0.
ഈ Q0-ന്മേൽ ഈ പോയിന്റ് ചാർജ് കാരണം എന്ത് ഫോഴ്സ് ആണ് ഉള്ളത്, എങ്ങോട്ടാണ്? അപ്പൊ ഈ പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് R എന്ന് കൊടുക്കാം. നമുക്കറിയാം ഈ ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്മേൽ ഇത് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് F ആണ്. അപ്പൊ എന്താണ് Q0-ന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F? സോ ഫോഴ്സ് ഓൺ Q0 Coulomb is F, which is by Coulomb's law 1 by 4 pi epsilon 0 into Q0 by R square. ഇത്രയും മാഗ്നിറ്റ്യൂഡ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർ ക്യാപ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ കൂടി ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് Q0 എന്ന് പറയുന്ന ചാർജിന്മേലുള്ള ഫോഴ്സ് ആണ്. Therefore, force on 1 coulomb, ഇവിടെ ഞാൻ 1 coulomb ആയിരുന്നു വെച്ചിരിക്കും, അഥവാ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. Electric field intensity E equals F by Q0. അപ്പോൾ ഈ ഇക്വേഷനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ Q0 ക്യാൻസൽ ചെയ്ത് പോകും. Therefore, അല്ലെങ്കിൽ or E equals 1 by 4 pi epsilon 0 Q by R square into R cap. ഈ എക്സ്പ്രഷൻ ആണ് ഈ പോയിന്റിൽ ഈ പോയിന്റ് ചാർജ് കാരണം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഈ തന്നെയാണ്, ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ തന്നെയാണ്. ഇപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം, electric field intensity E is inversely proportional to R square. ഈ പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ട് എടുക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ് ഇൻഫിനിറ്റി, ഈ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. So at infinity, the electric field intensity will be 0. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിപ്പോ വെക്ടർ ഫോമിലാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓൺലി മാത്രമാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് E or E equals 1 by 4 pi epsilon 0 Q by R square. എയർ ഓർ ഫ്രീ സ്പേസിൽ ആണ് എന്ന് നമ്മൾ എടുക്കുമ്പോഴാണ് എപ്സിലോൺ 0 എന്ന് എടുക്കുക, അല്ലാത്ത പക്ഷം നമ്മൾ എപ്സിലോൺ എന്നേ പറയാവൂ. ഇതാണ് ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. വിത്ത് ഡയറക്ഷൻ ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് ഒക്കെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. ഈ ഒരു കേസിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫ് ഒക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സോ വി ഹാവ് ടു ടേക്ക് എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് വൈ ആക്സിസിലും ആർ സ്ക്വയർ എന്നുള്ളത് എക്സ് ആക്സിലും എടുത്തു കഴിഞ്ഞാൽ സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിനെ വൈ ആക്സിസിലും 1 by r square എന്ന് പറയുന്നതിനെ എക്സ് ആക്സിലുമാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു 3 ചാർജസ് ഞാനിവിടെ എടുക്കുന്നു. Q1, Q2, Q3. നിങ്ങൾക്കറിയാം ഈ 3 ചാർജസ് കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റിൽ Q1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E1. ഇതേ പോയിന്റിൽ തന്നെ Q2 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E2. Q3 കാരണം P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E3.
അപ്പോൾ ഈ പോയിന്റ് അറിയപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മളെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സഹായിക്കുന്നു. സോ ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ total electric field at P, that is E vector equals E1 vector plus E2 vector plus E3 vector. So by superposition principle, total electric field at P, that is E, equal to the vector sum of electric field at P due to the other charges. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ മറ്റ് ചാർജസ് കാരണമുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്. So our next topic is electric field lines or electric lines of force. Electric lines of force എന്ന് പറഞ്ഞാൽ ശരിക്ക് these are some imaginary lines used to represent the electric field. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമുക്കത് കാണിക്കണം. എന്ത് ചെയ്യും? ഈ ഒരു ഏരിയക്കകത്ത് ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഇവിടെ ഒരു +1 കൊളുമ്പ് വയ്ക്കും. ഈ 1 കൊളുമ്പ് ആദ്യം നമ്മൾ ഇവിടെയാണ് വെക്കേണ്ടത്. ഇതിനടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഈ +1 കൊളുമ്പ് എന്ത് ചെയ്യും? ഇത് പോസിറ്റീവാണ്, ഈ വെച്ചിരിക്കുന്നത് +1 കൊളുമ്പാണ്. ഈ +1 കൊളുമ്പ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഈ ഒരു ലൈനിലൂടെ അങ്ങോട്ട് റിപ്പൽ ചെയ്തു. ഇവിടുന്ന് +1 കൊളുമ്പ് ഈ ഡയറക്ഷനിലൂടെ അങ്ങോട്ട് റിപ്പൽ ചെയ്തു. ഈ +1 കൊളുമ്പ് ഞാൻ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ആ +1 കൊളുമ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്തു. അതേ ചാർജ് ഇവിടെയാണ് വെക്കുന്നതെങ്കിലോ 1 കൊളുമ്പ് ഇങ്ങോട്ട്. സോ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ലൈൻസ് എല്ലാം എന്തിന്റെ ലൈൻസ് ആണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിലൂടെ മൂവ് ചെയ്തോ ആ പാത്താണിത്. +1 കൊളുമ്പ് ഞാൻ ഇവിടെ വെച്ചപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇങ്ങോട്ട് മൂവ്. സോ ദീസ് ലൈൻസ് ആർ ആക്ച്വലി ദ പാത്ത് ഫോളോഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫോളോ ചെയ്ത പാത്തിനെയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. So an electric line of force is actually the path followed by a unit positive charge within the field. So if it can move freely, വളരെ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏത് പാത്തിലൂടെ മൂവ് ചെയ്യുന്നു ആ പാത്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് is actually the electric field lines or electric field around a positive charge. എന്നാൽ ഇതേ പോസിറ്റീവ് ചാർജിന് പകരം ഒരു നെഗറ്റീവ് ചാർജ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, what is the case there? So here we have to take a negative charge. So here is the negative charge. ഇതിന് ചുറ്റുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണിക്കാം? ഇവിടെയാണ് ഞാൻ +1 കൊളുമ്പ് വെച്ചത്. ഈ +1 കൊളുമ്പ് ഈ നെഗറ്റീവ് ചാർജിലേക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഈ പാത്തിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതേസമയം ഞാൻ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. സോ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് അറൗണ്ട് എ നെഗറ്റീവ് ചാർജ്. അതായത് ലൈൻ ഈ പ്ലസ് ഇപ്പോൾ ഇവിടെ +1 കൊളുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. ഫലത്തിൽ കാഴ്ചയിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ ലൈൻസ് ഉള്ളിലേക്കായിരിക്കും. So electric field lines around a positive charge will be radially outwards, but due to a negative charge, electric field lines are radially inwards. ഇനി ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വളരെ അടുത്തടുത്ത് വെക്കുകയാണെങ്കിലോ, so what is the case?
So here is a positive charge and here is negative charge. അപ്പോൾ എങ്ങനെയായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സ് കിട്ടുക? അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം +1 കൊളും വെച്ചത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് 1നെ റിപ്പൽ ചെയ്യുന്നു, അതേസമയം ഈ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാത്തിലൂടെ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നു. സോ ഇതൊരു ലൈൻ ഓഫ് ഫോഴ്സ് ആണ്. ഇതുപോലെ ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ വരയ്ക്കാം. സോ ദീസ് ആർ സം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. So these are lines of force. അപ്പോൾ ഒരു പോസിറ്റീവിന്റെ നെഗറ്റീവ് ചാർജസിന്റെ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതേസമയം രണ്ട് പോസിറ്റീവ് ചാർജസ് ആണ് ഞാൻ എടുത്തു വെച്ചതെങ്കിൽ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതും ഒരു പോസിറ്റീവ് ചാർജ്. ഇങ്ങനെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഇതിന്റെ സെന്റർ ആണ്, ഇതിന്റെ സെന്റർ ലൈൻ ഇവിടെയാണ് വരുന്നതെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ ഇവിടെയാണ് +1 കൊളും ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടുന്ന് റിപ്പൽ ചെയ്യുന്നു, ഇവിടെ നിന്ന് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കും. സോ ദീസ് ആർ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി രണ്ട് പോസിറ്റീവ് ചാർജിന് പകരം രണ്ട് നെഗറ്റീവ് ചാർജസ് ആണ് വെക്കുന്നത്. ഇതേ ഷേപ്പ് തന്നെയായിരിക്കും കിട്ടുക, പക്ഷെ ആരോ മാർക്കെല്ലാം ആ നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്കായിരിക്കും വരിക. അപ്പൊ ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവയുടെ പ്രോപ്പർട്ടീസ് ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. So what are the properties of electric field lines? ഇപ്പോൾ എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലൈൻസ് ഇങ്ങനെയാണ്, പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ അസ്യൂംഡ് ടു ബി സ്റ്റാർട്ട്സ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ എ നെഗറ്റീവ് ചാർജ്. ഞാനൊന്ന് ചുരുക്കി ഇവിടെ എഴുതുന്നത്. സോ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് starts, assumed to be starts from positive charge and ends on negative charge. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഈ പോയിന്റിൽ, ഈ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഈ പോയിന്റിൽ നിങ്ങൾക്കറിയാം ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ ഫീൽഡ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് കാരണം ഇവിടെ ഫീൽഡ് ഉണ്ട്. അങ്ങനെ ഈ പോയിന്റിൽ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്നുകൊണ്ട് ലൈൻ ഓഫ് ഫോഴ്സിന് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. സോ ഈ ടാൻജന്റ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡായ ഇയുടെ ഡയറക്ഷൻ നൽകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ടാൻജന്റ് ഉപയോഗിക്കും. സോ ടാൻജന്റ് ഗീവ്സ് the tangent at the electric line of force gives the direction of E. യുടെ ഡയറക്ഷൻ നൽകും. അടുത്ത പോയിന്റ് പറയുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് will never intersect. ഒരിക്കലും ഒരു ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ഫോഴ്സും ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ഫോഴ്സും ഇത് തെറ്റായിട്ടുള്ളൊരു ഫിഗറാണ്. കാരണം ഇവിടെ ഈ പോയിന്റ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ
ഇതൊരു ഡയറക്ഷൻ ആണ്, ഇതൊരു ഡയറക്ഷൻ. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ, ഇതൊരു ഡയറക്ഷൻ. ഇങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് വിൽ നെവർ ഇന്റർസെക്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഇഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഇന്റർസെക്ട് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ കൂട്ടിമുട്ടുന്നിടത്ത് there will have many directions for electric field, which is not possible. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് പറയാം. അടുത്ത പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതാം. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നിലധികം ലൈൻസ് നമുക്ക് ഇനിയും വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ലൈൻസ് ഓഫ് ഫോഴ്സസ് വളരെ അടുത്തടുത്താണ്. എന്നാൽ ഇവിടെ ലൈൻസ് ഓഫ് ഫോഴ്സസ് തമ്മിൽ ഗ്യാപ്പ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്, അതേസമയം ഇവിടെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കൂടുതൽ എന്ന ലൈൻസസ് വളരെ അടുത്തടുത്താണെങ്കിൽ, റിലേറ്റീവ് ക്ലോസ്നെസ് കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ വളരെ അടുത്തടുത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ ക്ലോസ്നെസ് കുറവാണ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി എന്ത് നൽകുന്നു? The density of electric field lines will gives the strength of electric field. So the relative closeness or density of electric field lines will give the strength of electric field. ഇനി electric field lines will never form closed loop. Electric field lines ഒരിക്കലും closed loop ആവില്ല. Will never form a closed loop. ഇതിന്റെ അർത്ഥം പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കലും ലൈന് പോസിറ്റീവിലേക്ക് തന്നെ തിരിച്ചു വരില്ല. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നെഗറ്റീവിലാണ് അവസാനിക്കുന്നത്. പോസിറ്റീവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സും തിരിച്ച് പോസിറ്റീവിലേക്ക് വരില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. ഇനി മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഇതൊരു ചാർജ്ഡ് കണ്ടക്ടർ, ഇവിടെ ഒരു ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ, ഇതൊരു ചാർജ്ഡ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്നും ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സർഫസിൽ നിന്നും മാത്രമായിരിക്കും. ഇതിപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് സർഫസിൽ നിന്നും, സർഫസിന് കറക്റ്റ് 90 ഡിഗ്രിയിലാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വേറെ ലൈൻ ഓഫ് ഫോഴ്സ് ആണ്, ഈ വരയ്ക്കുന്നതൊക്കെ വേറെ ലൈൻ ഓഫ് ഫോഴ്സസ് ആണ്. രണ്ട് പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. ഒന്ന്, ഇൻസൈഡ് ദ ചാർജ്ഡ് കണ്ടക്ടർ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ആബ്സെന്റ്. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് ആണ്, ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ lines of forces are absent. അതൊരു പോയിന്റ് ആയിട്ട് വരും. ഇനി മാത്രമല്ല, ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ സർഫസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും സർഫസിന് നോർമൽ ആയിരിക്കും എന്ന് പറയുന്ന പോയിന്റ് കൂടി നമുക്ക് പറയാം. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ to the surface. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇതൊരിക്കലും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല. കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഒരിക്കലും ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഈ ഒരു കണ്ടീഷൻ പാലിച്ചിരിക്കണം. എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? ലൈൻസ് ഓഫ് ഫോഴ്സസ്
എപ്പോഴും പാരലൽ ആയിരിക്കണം, തുല്യ അകലത്തിലായിരിക്കണം, ഒരേ ഡയറക്ഷനിലുമായിരിക്കണം. ഇത് ഡി എന്നുള്ള ഗ്യാപ്പാണ് നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും ഗ്യാപ്പ് സെയിം ആണ്. സോ ഫോർ എ യൂണിഫോം, അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുന്നത് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സസ് എപ്പോഴും പാരലൽ ആയിരിക്കും, ഈക്യു ഡിസ്റ്റന്റ് ആയിരിക്കും, ആൻഡ് പോയിന്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഏതാനും പ്രോപ്പർട്ടീസ്. ഇനി ഇതിൻ്റെ ഈ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് അടുത്തതിൽ ഒരു ഇമേജ് ആയിട്ട് കാണാം. അത് നോക്കിയിട്ട് നോട്ട്സ് ആക്കി എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.